നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. കാലിക്കറ്റ് സർവകലാശാലയിൽ 21 ഒഴിവുകൾ. 36,000 രൂപ വരെ ശമ്പളം. ടീച്ചിംഗ് ആൻഡ് നോൺ ടീച്ചിംഗ് അവസരങ്ങൾ. ഓഗസ്റ്റ് 10 വരെ അപേക്ഷിക്കാം. സർക്കാർ സർവകലാശാലയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല വിവിധ ടീച്ചിംഗ് ആൻഡ് നോൺ ടീച്ചിംഗ് തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ആകെ 21 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 2026 ഓഗസ്റ്റ് 10 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഓരോ തസ്തികയുടെയും പ്രധാന വിവരങ്ങൾ നോക്കാം. 1. അസിസ്റ്റന്റ് പ്രൊഫസർ, ECE വിഭാഗം. ഒഴിവുകളുടെ എണ്ണം 2. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ME അല്ലെങ്കിൽ MTech ഫസ്റ്റ് ക്ലാസ് യോഗ്യതയുണ്ടായിരിക്കണം. കുറഞ്ഞത് 55% മാർക്ക് നേടിയിരിക്കണം. കൂടാതെ PhD ഉണ്ടായിരിക്കണം. കൂടാതെ 2 വർഷത്തെ അധ്യാപന, ഗവേഷണ, വ്യവസായ പരിചയം ഉണ്ടായിരിക്കണം. ശമ്പളം 36,000 രൂപ പ്രതിമാസം. പരമാവധി പ്രായം 64 വയസ്സ്. അസിസ്റ്റന്റ് പ്രൊഫസർ ME വിഭാഗം. ഒഴിവുകളുടെ എണ്ണം 2. യോഗ്യത ME അല്ലെങ്കിൽ MTech ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 55% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ PhD ഉണ്ടായിരിക്കണം. അഭികാമ്യം 2 വർഷത്തെ അധ്യാപന, ഗവേഷണ, വ്യവസായ പരിചയം. ശമ്പളം 31,000 രൂപ പ്രതിമാസം. പരമാവധി പ്രായം 64 വയസ്സ്. 3. അസിസ്റ്റന്റ് പ്രൊഫസർ S&H വിഭാഗം. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്. ഒഴിവുകളുടെ എണ്ണം 3. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ നെറ്റ്, PhD എന്നിവ ഉണ്ടായിരിക്കണം. 1 വർഷത്തെ അധ്യാപന പരിചയം ഉണ്ടായിരിക്കണം. ശമ്പളം 36,000 രൂപ പ്രതിമാസം. പരമാവധി പ്രായം 64 വയസ്സ്. 4. അസിസ്റ്റന്റ് പ്രൊഫസർ EEE വിഭാഗം. ഒഴിവുകളുടെ എണ്ണം 3. യോഗ്യത ME അല്ലെങ്കിൽ MTech ഫസ്റ്റ് ക്ലാസ്. കുറഞ്ഞത് 55% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ PhD യോഗ്യതയുണ്ടായിരിക്കണം. 2 വർഷത്തെ അധ്യാപന, ഗവേഷണ, വ്യവസായ പരിചയവും ഉണ്ടായിരിക്കണം. ശമ്പളം 31,000 രൂപ പ്രതിമാസം. പരമാവധി പ്രായം 64 വയസ്സ്. 5. ഇൻസ്ട്രക്ടർ EEE. ഒഴിവുകളുടെ എണ്ണം 1. യോഗ്യത 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. ശമ്പളം 36,000 രൂപ പ്രതിമാസം. പരമാവധി പ്രായം 59 വയസ്സ്. 6. അസിസ്റ്റന്റ് പ്രൊഫസർ CSE EP വിഭാഗം. ഒഴിവുകളുടെ എണ്ണം 4. യോഗ്യത ME അല്ലെങ്കിൽ MTech ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 55% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ PhD ഉണ്ടായിരിക്കണം. 2 വർഷത്തെ അധ്യാപന, ഗവേഷണ, വ്യവസായ പരിചയം അഭികാമ്യമാണ്. ശമ്പളം 35,000 രൂപ പ്രതിമാസം. പരമാവധി പ്രായം 64 വയസ്സ്. 7. ഓഫീസ് അസിസ്റ്റന്റ്. ഒഴിവുകളുടെ എണ്ണം 1. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, DTP അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ശമ്പളം 34,000 രൂപ പ്രതിമാസം. പരമാവധി പ്രായം 59 വയസ്സ്. 8. അസിസ്റ്റന്റ് പ്രൊഫസർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഒഴിവുകളുടെ എണ്ണം 1. യോഗ്യത ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അഭികാമ്യം. ശമ്പളം 36,000 രൂപ പ്രതിമാസം. പരമാവധി പ്രായം 64 വയസ്സ്. 9. അസിസ്റ്റന്റ് പ്രൊഫസർ അനുബന്ധ വിഭാഗങ്ങൾ. ഒഴിവുകളുടെ എണ്ണം 4. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MTech ഏതെങ്കിലും ഒന്നിൽ ഫസ്റ്റ് ക്ലാസ് യോഗ്യതയുണ്ടായിരിക്കണം. ശമ്പളം 31,000 രൂപ പ്രതിമാസം. പരമാവധി പ്രായം 64 വയസ്സ് വരെ. തെരഞ്ഞെടുപ്പ് രീതി. ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് വിദ്യാഭ്യാസ യോഗ്യത, സാങ്കേതിക യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആദ്യം ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ഇമെയിൽ, ഫോൺ അല്ലെങ്കിൽ തപാൽ വഴി അറിയിക്കുന്നതാണ്. അതിനുശേഷം നേരിട്ടുള്ള അഭിമുഖം നടത്തും. അഭിമുഖത്തിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും ബാധകമെങ്കിൽ തുല്യതാ സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെയുള്ള അസൽ രേഖകൾ ഹാജരാക്കണം. പ്രധാന വിവരങ്ങൾ. സ്ഥാപനം കാലിക്കറ്റ് സർവകലാശാല. ആകെ ഒഴിവുകൾ 21. നിയമനം കരാർ അടിസ്ഥാനത്തിൽ. അപേക്ഷാരീതി ഓൺലൈൻ.
അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 10. സർക്കാർ സർവകലാശാലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ശ്രദ്ധിക്കേണ്ട മികച്ച അവസരമാണ്. ആവശ്യമായ യോഗ്യതയുള്ളവർ അവസാന തീയതി വരെ കാത്തിരിക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ സർക്കാർ ജോലി വാർത്തകൾ, PSC അപ്ഡേറ്റുകൾ, കേന്ദ്ര സർക്കാർ ഒഴിവുകൾ, യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെന്റുകൾ എന്നിവ ആദ്യം അറിയാൻ സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.